ഹരേ തനുന്തേ ചരിതയസ്തുതി യഥാമതിത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മഹരുദേശ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വിസർഗം എന്ന ലക്ഷണത്തോടുകൂടി ചതുർത്ഥ സ്കന്ധം ആരംഭിച്ചു. മനോസ്തു ശതരൂപായ തിസ്രകന്യാശ്ചര്യേ ആപോതിർദേവഹോദിശ്ച പ്രസോദിരിവിശ്രുതാഃ. വംശവർണ്ണനയാണ് വിസർഗം എന്നുള്ള ലക്ഷണത്തിൽ ആരംഭിച്ചത്. ബ്രഹ്മാവ് ശരീരത്തിനെ രണ്ടാക്കി മാറ്റി, ഒന്ന് പുരുഷൻ മറ്റൊന്ന് സ്ത്രീ. പുരുഷന്റെ പേരാണ് സ്വയംഭൂമനു, സ്ത്രീയുടെ പേരാണ് ശതരൂപ. അവർക്ക് 5 കുട്ടികളുണ്ടായി, 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. അതിൽ മധ്യമപുത്രിയായിരിക്കുന്ന ദേവഹൂതി ദേവിയെ കർദമ പ്രജാപതി വിവാഹം കഴിച്ച് ആ ദാമ്പത്യത്തിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ കപില വാസുദേവരായി അവതരിച്ച് അമ്മയെ മുൻനിർത്തിക്കൊണ്ട് ഈ ലോകത്തിന് പലതരത്തിലുള്ള ഉപദേശങ്ങൾ തന്നതിനെ നമുക്കിത് കേൾക്കാനായിട്ട് സാധിച്ചു. ഭക്തിയോഗം, ജ്ഞാനയോഗം, സാഖ്യയോഗം, ഭഗവാനെ ഉപാസിക്കാത്ത ആളുകളുടെ ഗതി, ഇതൊക്കെ കേൾക്കാനായിട്ട് സാധിച്ചു. പിന്നീടാണ് ആദ്യപുത്രിയായിരിക്കുന്ന ആകൂതി ദേവിയുടെ ചരിത്രം വർണ്ണിക്കുന്നത്. രുചി പ്രജാപതിയാണ് വിവാഹം കഴിച്ചത്. എങ്ങനെ? പുത്രികാധർമ്മമാശ്രിത്യ. പുത്രികാധർമ്മത്തിനനുസരിച്ചാണ് വിവാഹം. പുത്രികാധർമ്മം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച പെൺകുട്ടിയെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉണ്ടാവുന്നതായിരിക്കുന്ന സന്താനത്തിന് ആർക്ക് അവകാശം ചോദിച്ചാൽ അത് ഈ പെൺകുട്ടിയുടെ ആ കുടുംബത്തിന് അവകാശം. സാധാരണയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ അല്ലേ, പുരുഷൻ എവിടെയാണോ നിൽക്കുന്നത് ആ കുടുംബത്തിൻ്റെ പേരിലാണ് അറിയാം. അതങ്ങനെയല്ല. പുത്രികാധർമ്മം എന്ന് പറഞ്ഞാൽ അത് ആ സ്ത്രീയുടെ കുടുംബത്തിന് അവകാശം. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വേണം? കുട്ടീനെ ഇങ്ങോട്ട് കൊടുക്കണം. അതന്നെ. അങ്ങനെ ആ വിവാഹമൊക്കെ കഴിച്ചു. അതിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ ഇവിടെ യജ്ഞനായിട്ട് അവതരിച്ചു. യജ്ഞനായിട്ട് അവതരിച്ചപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു യജ്ഞനായിട്ട് അവതരിച്ചു. യജ്ഞനായിട്ട് അവതരിച്ചതോടുകൂടി മഹാലക്ഷ്മിയും ഭഗവാന്റെ കൂട്ടത്തിന് കട പോകുന്നു. അല്ലേ? അനുജജ്ഞേ അനഭായിനി. എവിടെയാണോ തൻ്റെ ഭർത്താവ് ഇരിക്കുന്നത് അവിടെയാണ് ഞാൻ ഇരിക്കേണ്ടത് എന്നുള്ള ഭാവത്തോടു കൂടി ഇപ്പോൾ ലക്ഷ്മി ഭഗവതിയും ദക്ഷിണ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ടാണ് ഭൂമിയിൽ എത്തിച്ചത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ കർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കർമ്മം എപ്പോഴാണ് പൂർത്തിയാവുക? ദക്ഷിണ കൊടുക്കുന്നതോട് കൂടിയിട്ടാണ്. ദക്ഷിണയോട് കൂടിയിട്ടേ കർമ്മം പൂർത്തിയാവുള്ളൂ. അപ്പോൾ ദക്ഷിണയൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കുള്ളൂ, അതിലെന്തുണ്ടായിരിക്കും? അടയ്ക്ക, വെറ്റില, ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വെറ്റില എന്തിൻ്റെ ഭാവമാണ്? മഹാലക്ഷ്മിയുടെ ഭാവമാണ് വെറ്റില. അപ്പോൾ വെറ്റില നിർബന്ധമായിട്ടുണ്ടാവും. ഈ കർമ്മത്തിൽ ദക്ഷിണയൊക്കെ ചെയ്യുമ്പോൾ വെറ്റില ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ വെറ്റില എന്ന് പറയുന്നത് വെച്ചാൽ അത് മഹാലക്ഷ്മിയാണ്. വെറ്റില കൊണ്ട് മുക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടില്ലേ? അത് വെറ്റില എടുത്ത് മുറുക്കുമ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ ഒരു ഭാഗം എടുത്ത് എവിടെ വയ്ക്കും? തലയിൽ വയ്ക്കും. ഇതെന്താണ്? ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ എവിടെയാണ് വെക്കേണ്ടത്? ശിരസിൽ കൊണ്ടുപോയി വെക്കണം എന്ന് പറയും അല്ലേ? കയ്യിൽ നിന്ന് ചിലപ്പോൾ പൈസയൊക്കെ വീണ് കഴിഞ്ഞാൽ, അറിയാതെ കയ്യിൽ നിന്ന് പണമൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക? പൈസ കയ്യിലേക്ക് എടുത്ത് അപ്പം തന്നെ തലയിൽ വെക്കും. എന്താ ആരാന്നാ വിചാരിച്ചത്? മഹാലക്ഷ്മിയാണ്. കയ്യിൽ നിന്ന് വീണ് പോകാൻ പാടില്ല. അത്ര സ്നേഹിക്കണം എന്ന് പറയും. മഹാലക്ഷ്മിയെ നന്നായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവുക? ധാരാളം പണം ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടാവുന്ന എന്ത് ചെയ്താൽ മതി? മഹാലക്ഷ്മിയെ നന്നായിട്ട് അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. കണ്ടല്ലേ? ചില ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ഒരു സ്ഥലമാണ് ഏത്? ഈ ബാങ്കിലൊക്കെ പോയി നോക്കിയില്ലേ? ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര റുപ്യാണെന്നാണ് വിചാരിച്ചത്? അവരുടെ കയ്യിലേക്ക് പൈസ കൊടുത്തു നോക്കും. അവരെന്താ ചെയ്യുക? അവർ കിട്ടിയ പൈസയൊക്കെ ഒന്നും പറയില്ല, കിട്ടിയത് വേഗം വേഗം വാങ്ങുന്നുണ്ട്. ക്രമത്തോളം വേഗം വേഗം വാങ്ങും. എന്നിട്ടോ അവരെ ആ പൈസയൊക്കെ നേരെയാക്കി, വൃത്തിയാക്കി ഒക്കെ നേരെയാക്കി അല്ലേ? അങ്ങനെ കൃത്യമായിട്ട് അടക്കി ഒതുക്കി ഒരു ഭാഗത്ത് എടുത്ത് വയ്ക്കും. അങ്ങനെ അടക്കി ഒതുക്കി കൃത്യമായിട്ടൊരു സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അവിടെ പിന്നെ ഇങ്ങനെ ധാരാളം ധനം ഉണ്ടാവുന്നത്. അപ്പം അതിനോട് എങ്ങനെയാണോ നമ്മൾ അങ്ങോട്ട് പെരുമാറുന്നത്? മഹാലക്ഷ്മിയെ പൂജ കഴിക്കുന്ന സമയത്താണ് ലക്ഷ്മി നമ്മളെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ദാനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് എന്തുണ്ടായിരിക്കണം? ഇവിടെ വെറ്റില ഉണ്ടാവും. വെറ്റില എന്ന് പറഞ്ഞാൽ അത് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ്.
അപ്പോൾ ആ ദക്ഷിണാദേവിയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദക്ഷിണാദേവിയുടെ അനുഗ്രഹമാണ് നമുക്ക് ജീവിതത്തിൽ ഏതാ ഉണ്ടാകേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും ഇതാ ഉണ്ടാവും. അപ്പോൾ ആ വംശം ഇങ്ങനെ വർണ്ണിച്ചു വന്നു. അവിടെയാണ് നരനാരായണ മഹർഷീശ്വരന്മാരുടെ ചരിത്രം, അതേപോലെ അത്രി അനസൂയ ദമ്പതിമാരുടെ കഥയൊക്കെ അതാ വർണ്ണിച്ചു. അനസൂയാദേവിയുടെ പാതിവ്രത്യം, അത്രയധികം പതിവ്രതാധർമ്മം അനുഷ്ഠിച്ചതായിരിക്കുന്ന ആളുകളെ സ്ത്രീരത്നം ആണ് എന്ന് പറയുന്നു. പിന്നെ മണ്ഡോദരി സീത കഥ ഇവരെ പതിവ്രതയായിരിക്കുന്ന പാതിവ്രത്യധർമ്മം അനുഷ്ഠിച്ചതായ ആ അനസൂയാദേവിയുടെ പാതിവ്രത്യം ഒന്ന് പരീക്ഷിക്കണമെന്ന് ഇപ്പോൾ 3 ദേവന്മാരും കൂടി ത്രിമൂർത്തികൾ ഒന്ന് പരീക്ഷിക്കാനായിട്ട് പോയി. ഇത്ര അനസൂയാദേവിയുടെ പാതിവ്രത്യം എത്രത്തോളം ഉണ്ട്. പാതിവ്രത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പുരുഷന്റെ അടുത്ത് മാത്രം നിന്ന സ്ത്രീയെയാണ് പതിവ്രത എന്ന് പറയുന്നത്. അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ആരൊക്കെയാ ത്രിമൂർത്തികൾ? മഹാദേവനും മഹാവിഷ്ണു അതേപോലെ ബ്രഹ്മാവും. ഇവർ 3 പേരും കൂടി ഒന്ന് പോയി നോക്കിയത് എപ്പോൾ അത്രി മഹർഷി ഭർത്താവ് അവിടെ ഇല്ലാത്ത സമയത്ത്, അനസൂയാദേവി മാത്രമുള്ള സമയത്ത് വലിയ 3 പേരുകൂടിയും പോയി. അത്രേ അനസൂയാദേവി പുറത്തേക്ക് വന്നു. നിങ്ങൾ ചോദിച്ചു ത്രിമൂർത്തികളോട്, നിങ്ങൾ എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നത്, എന്താ ആഗ്രഹം ചോദിച്ചു. അത്രേ അപ്പോൾ 3 പേരും കൂടി ഒരുമിച്ച് അവരിതാ പറഞ്ഞു, എന്താ ഞങ്ങളുടെ ആഗ്രഹം ചോദിച്ചാൽ നിന്നെ വസ്ത്രമില്ലാതെ കാണണം. ഇവർ പ്ലാൻ ചെയ്ത് വന്നത് ആദ്യം തന്നെ അതാണ്. 3 പേരും കൂടി ഒരുമിച്ച് പറഞ്ഞു അത്രേ, ഇങ്ങനെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളത്. അനസൂയാദേവിക്ക് കാര്യം മനസ്സിലായി. അതിനല്ലേ വന്നത്, എന്തായാലും ഇതുവരെ വന്നല്ലേ, അകത്തേക്ക് വന്നോളാൻ പറഞ്ഞത്. ഇവർക്ക് തന്നെ അത്ഭുതം, ത്രിമൂർത്തികൾക്ക് തന്നെ അത്ഭുതമായി. അകത്തേക്ക് വന്നോളാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ത്രിമൂർത്തികളെ ഈ അനസൂയാദേവി അകത്തേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുപോയി. അതിന് എന്താ ചെയ്തത് അറിയോ? തൻ്റെ ആ പാതിവ്രത്യധർമ്മം കൊണ്ട് ഈ ത്രിമൂർത്തികളെ 3 പേരെയും ഇപ്പോൾ ഉണ്ടായ കൈക്കുഞ്ഞുങ്ങളെ പോലെ ആക്കി മാറ്റിയത്. തൊട്ടില് കിടക്കുക. ആര്? മഹാവിഷ്ണു അതെ, മഹാദേവനും അതെ, ബ്രഹ്മാവും അതെ. ഇവര് തൊട്ടില് കിടക്കുന്ന സമയത്ത് അവരിങ്ങനെ കരയാനായിട്ട് പുറപ്പെട്ടു. എന്തിനാ കരയണത്? വെള്ളം കുടിക്കാനാ? അതൊന്നുമല്ല. എന്തിനാ? അവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല, പാല് കിട്ടിയില്ല. അത് തന്നെ. പക്ഷെ ഇനിയിപ്പോൾ എവിടുന്നാ പാല് കൊടുക്കുക? ഈ പ്രസവിക്കാത്ത സ്ത്രീക്ക് പാലുണ്ടാവും. അപ്പം അങ്ങനെ അനസൂയാദേവി എന്ത് ചെയ്തു? നേരെ പുറത്തേക്ക് ഇതാ ഇറങ്ങി. അവിടെ ഒരു വലിയ വൃക്ഷം ഉണ്ടായിരുന്നു അത്ര. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടുന്ന വീഴുന്നതായിരിക്കുന്ന ഇല, അതിനാണ് അനസൂയാപത്ര എന്ന്. ആ അനസൂയാപത്ര അതൊരു കുമ്പിളിൻ്റെ ആകൃതിയാണ്. ഇന്നും അതെ, നമ്മൾ ആ ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ ആ ഇലയാണ് നമുക്ക് പ്രസാദമായിട്ട് ഇതാക്കിട്ട്. ഇങ്ങനെ ആ അനസൂയാപത്രയിൽ എന്ത് ചെയ്തു? കുറച്ച് പാലാക്കിയിട്ട് ഈ 3 കുട്ടികൾക്കും കുറേശ്ശെ ഇങ്ങനെ പാല് കൊടുത്തു അത്രേ. മഹാലക്ഷ്മി വൈകുണ്ഠ ലോകത്ത് പല സ്ഥലത്തും പോയി നോക്കി, തൻ്റെ ഭർത്താവ് എങ്ങോട്ടാ പോയത്, എന്നോട് പറയാതെ എങ്ങോട്ടും പോകലില്ലല്ലോ, ഭഗവാനെ കാണുന്നില്ല. കൈലാസപർവ്വതത്തിൽ പാർവതീ ദേവി പല സ്ഥലത്തും പോയി നോക്കി, ഇത്രയും മഹാദേവനെ കാണുന്നില്ല. അങ്ങനെ സരസ്വതീ ദേവിയും പാർവതീ ദേവിയും മഹാലക്ഷ്മിയും കൂടി നടന്ന് 3 പേരും കൂടി തുല്യ ദുഃഖി തരാം അല്ലേ. അവർ 3 പേരും കൂടി ഇപ്പോൾ അനസൂയാദേവിയുടെ ആ ആശ്രമത്തിൽ ഇതാ എത്തിച്ചേർന്നു. അനസൂയാദേവിയോട് ചോദിച്ചു, അല്ല ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ചോദിച്ചു. വന്നിട്ടുണ്ട് പറഞ്ഞു. എവിടെയെങ്കിലും ഉണ്ടോ? എന്നപ്പം കാണിച്ചു തരാം, അകത്തേക്ക് വരാൻ പറഞ്ഞു. നോക്കിയ സമയത്ത് ഇതാ 3 ആൾക്കാർ, ത്രിമൂർത്തികൾ 3 പേരും ഇപ്പോൾ തൊട്ടിൽ ഇങ്ങനെ കിടക്കുക അത്രേ. അപ്പോൾ ചോദിച്ചു, എന്തേ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് പറ്റിയത്? നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടാണ് പറഞ്ഞു അത്രേ. ഇങ്ങനെ പാതിവ്രത്യം കൊണ്ട് ഒരാൾക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് ആ അനസൂയാദേവിയുടെ ചരിത്രത്തിലൂടെ അതാ വർണ്ണിച്ചു. അങ്ങനെ അവരുടെ ആ വംശമൊക്കെ വർണ്ണിച്ച് അവസാനം ബ്രഹ്മാവന് ഉണ്ടായതായിരിക്കുന്ന കുട്ടികളെ, എത്രയാ വംശവർണ്ണന എന്നറിയുന്നു. ബ്രഹ്മാവനുണ്ടായതായിരിക്കുന്ന കുട്ടികൾ ആ മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ഋതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ എന്ന പേരായിട്ട് ഒരാളുണ്ടായി. ആ ദക്ഷൻ വിവാഹം കഴിച്ചത് പ്രസൂതി എന്ന പേരായിട്ട് ഒരു പെൺകുട്ടിയെ. ആ പ്രസൂതി ദേവിയിലെ ദക്ഷന് 16 പെൺകുട്ടികളാണ് ഉണ്ടായത്. ആദ്യത്തെ പെൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി, മൂന്നാമതും പെൺകുട്ടി, നാലാമതും പെൺകുട്ടി, അഞ്ചാമതും പെൺകുട്ടി, ആറാമതും പെൺകുട്ടി, 16 പെൺകുട്ടികളുണ്ടായി. 16ാമത്തെ പെൺകുട്ടിയാണ് സതീദേവി. ആ സതീദേവിയെ ഇപ്പോൾ ദക്ഷപ്രജാപതി മഹാദേവനാണ് വിവാഹം കഴിച്ചതാ കൊടുത്തത്. പക്ഷേ സതീദേവിക്ക് ദേഹത്യാഗം ചെയ്യേണ്ടതായിട്ടതാവുന്നു. മഹാദേവനില് സന്തതി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ശരീരത്തിനെ ഉപേക്ഷിക്കേണ്ടതായിട്ടതാവുന്നു എന്ന് പറഞ്ഞ് കഥ അങ്ങോട്ട് സമർപ്പിച്ചപ്പോൾ
കഥ കേട്ടുകൊണ്ടിരിക്കുന്ന വിതുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ചു, അതെന്താ കാരണം? ആ കഥ ഒന്ന് അങ്ങനെ ചുരുക്കി പറയരുത് കേട്ടോ, കഥ വളരെ വിസ്തരിച്ച് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നു. അപ്പോഴാണ് ദക്ഷയാഗം ചരിത്രം വർണ്ണിക്കാനായിട്ട് പുറപ്പെടുന്നത്. ഭവേശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ ദുഹിതൃവത്സല വിദ്വേഷമകരോ കസ്മാത് അനാദൃത്യാത്മജാം സതിം കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹൽ. മഹാദേവൻ എങ്ങനെയല്ല ആത്മാരാമനാണ് ഭഗവാൻ അല്ലേ? മഹാദേവൻ എന്ന് പറയാൻ ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിൽ രമിക്കുന്നയാണ് ഭഗവാൻ. തന്നിൽ മാത്രമേ രമിക്കൂത്രേ. തൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഭഗവാനിൽ മാത്രം ലഭിക്കുന്നതായ അതിലേക്ക് മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുന്ന ആത്മാരാമനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ. ആ മഹാദേവനോടൊക്കെ ഒരു ദേഷ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു വെച്ചാൽ ദക്ഷോ ദുഹിതൃവത്സല. ദക്ഷനോ ദക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പെൺകുട്ടികളോട് എന്തൊന്നുമില്ലാത്ത സ്നേഹാത്രേ. ചില അച്ഛനമ്മമാർ അങ്ങനെ ഉണ്ടാവും, പെൺകുട്ടികളോട് നല്ല സ്നേഹം. ചില അച്ഛനമ്മമാർക്ക് ആൺകുട്ടികളോട് നല്ല സ്നേഹം അല്ലേ? പെൺകുട്ടികൾ അങ്ങോട്ട് ഉണ്ടായാൽ സന്തോഷമായിട്ട് എന്നിട്ട് ആ പെൺകുട്ടികളെ എങ്ങനെ ഡാൻസിനൊക്കെ പറഞ്ഞേക്കും. കുട്ടികൾ ഡാൻസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അച്ഛനെങ്ങനെ ഡാൻസൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്തല്ലേ അരമണ്ഡലം, മുഴുമണ്ഡലം, കാമണ്ഡലം ഇതൊക്കെ ഇങ്ങനെ കണ്ട് ദക്ഷൻ എന്തൊരു അതോ 1-2 കുട്ടികളല്ലേ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി എത്ര മാഷന്മാരുണ്ട് അവിടെ? 16 കുട്ടികളാണ്. ഈ കുട്ടികളെങ്ങനെ കണ്ട് സന്തോഷിച്ച് ദുഹിതൃവത്സല. പെൺകുട്ടികളോട് നല്ല സ്നേഹമുള്ളതായിരിക്കുന്ന ആ ദക്ഷൻ എന്തുകൊണ്ടാണ് തൻ്റെ മകളെ കല്യാണം കഴിച്ചതായ ആ മഹാദേവനോട് വിദ്വേഷമകരോൽക്കസ്മാൽ വിദ്വേഷം ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചപ്പോഴാണ് വിശ്വസർക്കുകളുടെ വലിയ ഒരു സത്രത്തിൻ്റെ കഥ വർണ്ണിക്കുന്നത്. ദക്ഷൻ പേര് പോലെ തന്നെ അഹങ്കാരിയായിട്ടതാ മാറി. അഹങ്കാരം ഇങ്ങനെ കൂടി ഇപ്പം ഞാൻ ആരാന്നുള്ള ഭാവത്തിൽ എല്ലാവരും എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂടെ. ഇത് ഞാൻ കേമനാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂടെ. നമ്മൾ ശരിക്കും കേമനല്ല. ഞാൻ കേമനാണെന്ന് വേറൊരാൾ വിചാരിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച് ആ തെറ്റിദ്ധാരണ അപകടമല്ലേ? അത് അപകടമാണ്. എൻ്റെ ദക്ഷിണ അങ്ങനെയായിട്ട് മാറിയത്. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. ഇങ്ങനെ വലിയ ഒരു സമ്മേളനം നടക്കുന്ന ആ സ്ഥലത്തേക്ക് എല്ലാവരും ദക്ഷിണ ഇങ്ങനെ കാത്തിരിക്കുക. ദക്ഷിണ വന്നിട്ടാവാൻ തുടങ്ങുകയാണ്. ദക്ഷിണ വിചാരിച്ചു അത്ര പെട്ടെന്ന് വേഗം ഇട്ട് പോയി കഴിഞ്ഞാൽ തനിക്ക് എത്ര ബഹുമാനം ഉണ്ടെന്ന് മനസ്സിലാവില്ല. എല്ലാവരും അങ്ങനെ വന്നിരുന്ന് ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ എഴുന്നേറ്റ് വന്നിരിക്കുമ്പോൾ അല്ലേ ഇതൊരു സന്തോഷമാണ് എനിക്കുണ്ടാവുക. പിന്നെ എല്ലാവരും ഇരിക്കുക കഴിയുന്ന സമയത്ത് അവിടേക്ക് ഇതാ കയറി വന്നു. ഇത്രയേ ദക്ഷിണ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്നിച്ചു. മാത്രമല്ല എഴുന്നേറ്റവരെ ദക്ഷിണ നോക്കിയില്ലാത്ര. ഇനി എഴുന്നേൽക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ശ്രദ്ധിച്ചത്. 2 ആൾക്കാരെ എഴുന്നേറ്റില്ല. ഹൃദേ വിരിഞ്ചം ശർവം ച തദ്ഭാസേതസ. ആരാ 2 ആൾക്കാരെ എഴുന്നേൽക്കാത്തത്? ഒന്ന് ബ്രഹ്മാവ്. എന്നാലും അച്ഛനായി പോയില്ല, സാരമില്ല, ഒന്നും മിണ്ടിയില്ലാത്രേ. പക്ഷെ അതിൻ്റെ അടുത്തിരിക്കുന്ന ആളുണ്ടല്ലോ, എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലും ആരാ അവിടെ ഇരിക്കുന്നത്? മഹാദേവനായിട്ട്. ഭഗവാന്റെ മുന്നിൽ നിന്ന് പറയാൻ പറ്റാത്തതായിരിക്കുന്ന ഓരോ വാക്കുകളാ ദക്ഷിണ എങ്ങനെ അങ്ങനെ പറയാൻ സാധിച്ചത്? അച്ഛൻ എത്ര കേമനായിട്ടുള്ള ആളല്ലേ? മഹാദേവനെ അവിടെ ഇരുന്ന് ഈ ദക്ഷിണ അവിടെ ഇരുന്ന് മഹാദേവനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇയാൾക്കൊക്കെ ആരാ ശിവന് പേരിട്ടത്? ശിവായിട്ട് മംഗളായിട്ട് എന്തെങ്കിലും ഒന്ന് ശരീരത്തിലുണ്ട് വെച്ചാൽ തർക്കമില്ല. പുളി എന്ന് പറഞ്ഞത് ജീവിതത്തിലില്ല. തലമുടി ഒന്ന് മാടിക്കും അങ്ങനെയല്ല. കഴുത്തിലൊരു സ്വർണ്ണമാലിട്ട് നടന്നൂടെ? അതുമില്ല. എൻ്റെ മകളേതാ കല്യാണം ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞാൽ നേരം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കല്യാണം കഴിയാതെ ലോകത്ത് മുഴുവനും ആൾക്കാരെ മുഴുവനും ഉപദ്രവിച്ചങ്ങനെ നടക്കുന്ന ചില ആൾക്കാരുണ്ട് ലോകത്ത്. അപ്പോൾ പിന്നെ ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യും? നാട്ടുകാരെല്ലാവരും ഒരു കമ്മിറ്റി ചെയ്യും. എന്തിനാ കമ്മിറ്റി? ഉപ്പനെ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി. ഭഗവാനെ ചില ആൾക്കാരുടെ കല്യാണം കണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി വരച്ച വരയിൽ അങ്ങനെ നിർത്തും. ചില ആൾക്കാരെ കണ്ടില്ല. ഇവനാച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടും നേരെയാവുന്നില്ലല്ലോ ഭഗവാനെ. മാത്രമല്ല ഞാനൊക്കെ എൻ്റെ മകളെ ഒന്ന് കാണാൻ വേണ്ടി കൈലാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെ അവിടെ ഉണ്ടാവില്ല. ഈ കാണുന്ന വെച്ചാൽ എങ്ങോട്ട് പോകണം? മഹാദേവനെ കാണുന്ന വെച്ചാൽ ചുടലയിൽ പോകണം. രാത്രി ആയി കഴിഞ്ഞാൽ ചുടലയിലാണ് വീട്ടതാ താമസിക്കുക. മാത്രമല്ല ഇങ്ങനെയൊക്കെ ചിതാഭസ്മകൃത സ്നാന പ്രേതസ്രസ്തിഭൂഷണ ശിവാപദേശോ ശിവോ മത്തോ മത്തജനപ്രിയ.
മഹാദേവനൊന്നും മിണ്ടിയില്ല അത്ര. മഹാദേവനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ അല്ലേ, സാധാരണയ്ക്ക് നമ്മൾ ആൾക്കാരോട് 4-5 അങ്ങോട്ട് പറഞ്ഞാൽ 2 അങ്ങോട്ട് കിട്ടിയാൽ സമാധാനമാകും ആൾക്കാർക്ക്. ഇങ്ങോട്ട് കിട്ടിയില്ല വെച്ചാലോ പറയുന്ന ആൾക്കാരുടെ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടിയതാ വരും. പിന്നെയും ദക്ഷൻ മഹാദേവനെ പറ്റിയിട്ടതാ പറഞ്ഞു. അങ്ങനെ മഹാദേവൻ അവിടുന്ന് മിണ്ടാതെ യാത്രയായി. മഹാദേവന് യജ്ഞഭാഗം കൊടുക്കാതെ ഒരു യാഗം നടത്തണം. ബൃഹസ്പതി സമനാമ സമാരേഭേ ഉത്തമം, ഉത്തമ യാഗമായിരിക്കുന്ന ബൃഹസ്പതി യാഗം അത് നടത്താനായിട്ട് ഇതാ പുറപ്പെട്ടു. എല്ലാവരെയും ക്ഷണിച്ചു. തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ കൈലാസപർവ്വത്തിലേക്ക് മാത്രം ക്ഷണിക്കാത്ത അയച്ചില്ലാത്ത അറിഞ്ഞുകൂടി ക്ഷണിക്കാതിരുന്നതാണ് അത്ര. എന്നാലോ തൻ്റെ സഹോദരിമാർ 15 പേരും നിഷ്ഠകണ്ഠേ സുവാസസ, ശരീരത്തിൽ നിറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെയായി പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വിമാനത്തിൽ ദക്ഷൻ്റെ യാഗത്തിലേക്ക്, അച്ഛൻ്റെ യാഗത്തിലേക്ക് അങ്ങനെ പോകുമ്പോൾ കൈലാസപർവ്വതത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ 15 വിമാനം താഴ്ത്തിറങ്ങുത്രേ. അവർക്ക് പിന്നെ സംശയമൊന്നുമില്ല കേട്ടോ. മഹാദേവനൊക്കെ കണ്ടാൽ തൻ്റെ അനുജത്തിനൊക്കെ അങ്ങനെ വേണം നമ്മൾ അതല്ലേ. നമ്മളൊക്കെ ഈ ബന്ധുക്കളുടെ വീടിൻ്റെ മുന്നിൽ കൂടെയൊക്കെ പോകുമ്പോൾ എന്ത് വേണം, അവരൊക്കെ ഒന്ന് കയറി വർത്താനൊക്കെ ഇവർ അങ്ങനെ തന്നെ യാത്ര. അങ്ങനെ 15 ആ സഹോദരിമാരും സർവാഭരണ വിഭൂഷിതകളായിട്ട് തൻ്റെ അടുത്ത് എത്തിച്ചേർന്ന സമയത്ത് സതീദേവി ചോദിച്ചു, അല്ല നിങ്ങളൊക്കെ ഇപ്പം എങ്ങോട്ടാ പോണത്? അയ്യോ സതി, നീ അറിഞ്ഞില്ലേ നമ്മളുടെ അച്ഛൻ ദക്ഷൻ നടത്തുന്നതായിരിക്കുന്ന യാഗത്തിനെ പറ്റിയിട്ട്? അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ. സതീദേവി നേരെ തൻ്റെ ഭർത്താവായിരിക്കുന്ന മഹാദേവൻ്റെ അടുത്ത് വന്ന് മഹാദേവനോട് താ പറഞ്ഞു, പ്രജാപതേ തേ ശുശുരസ്യ സാമ്പ്രതം. എന്താ പറഞ്ഞത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ നടത്തുന്നതായ യാഗത്തിലേക്ക് നമ്മൾ പോകണ്ടേ അല്ലേ? സതീദേവിക്ക് വേണമെച്ചാൽ എന്ത് പറയാം, എൻ്റെ അച്ഛൻ നടത്തുന്ന യാഗം എന്ന് പറയാം. അത് പറഞ്ഞില്ല അത്രേ. എന്താ പറഞ്ഞത്? അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ നടത്തുന്നതായ യാഗം ആരായിട്ടാണ് ബന്ധം? മഹാദേവനായിട്ടുള്ള ബന്ധമാണ് എന്താ പറയുന്നത്. മഹാദേവൻ പറഞ്ഞു, ശോഭനമേവ ശോഭനേ, നിനക്ക് നന്നായിട്ട് വർത്തമാനം പറയാൻ സാധിക്കുന്ന എനിക്ക് അസലായിട്ടാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നല്ല വാക്ക് നീ നല്ല വാക്ക് പറയാൻ അറിയുന്ന സ്ത്രീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മരണായ കൽപ്പതേ, മിണ്ടിയില്ലാത്രയും മഹാദേവൻ മൗനം സമ്മതാണെന്ന് മനസ്സിലാക്കിയ ആ സതീദേവി നന്ദികേശ്വരൻ്റെ പുറത്തേക്ക് ഇതാ കയറി അമ്മയെ മാത്രം ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ ഞങ്ങളത് സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ഭൂതഗണങ്ങളോട് കൂടിയിട്ട് ആബ്രഹ്മഘോഷോർജിത യജ്ഞവൈശസം താം ശാരികാകന്തുകദർപ്പണംബുജശ്വേതാദപത്രവ്യജനസ്രഗാദിഭി. സതീദേവി ചെറിയ കുട്ടിയായിട്ടുള്ള സമയത്താണ് ആ സതീദേവിയെ മഹാദേവൻ വിവാഹം കഴിച്ചത്. ചെറിയ കുട്ടി പറഞ്ഞാലും പമ്പു പന്തലൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മഹാദേവൻ വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയത് അത്രേ സതീദേവി. അത് ഈ കല്യാണം കഴിഞ്ഞ് കൈലാസപർവ്വതത്തിലേക്ക് പോണ സമയത്ത് കളിക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, കളിക്കോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പന്തും പമ്പിൻ്റെ സാധനമൊക്കെ പാടി ഒരു സഞ്ചിയിലാക്കിയിട്ടാണ് കൈലാസപർവ്വതത്തിലേക്ക് പോയി. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എത്തിയത് അല്ലേ. ഇപ്പോഴല്ലേ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് കല്യാണമായതല്ലേ. പണ്ടത്തെ സ്ഥിതി എന്താണെന്ന് വിചാരിച്ചത്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വിവാഹം കണ്ടതാ കഴിച്ചു കൊടുക്കും. ഒരു ബുദ്ധി പോലും ഓർക്കാത്ത സമയത്ത് കല്യാണം കഴിച്ചു കൊടുക്കും വരും. ഇപ്പോൾ ആ സാധനങ്ങളൊക്കെ പാടെ സതീദേവി എന്ത് ചെയ്തു, ഒരു പാത്രത്തിലേക്ക് ഇതാ, ഒരു സഞ്ചിയിലേക്ക് ഇതാ എടുത്തു. കന്തുകാദർപ്പണംബുജശ്വേതാദപത്ര വ്യജനസ്രഗാദിഭി ശാരിക. സതീദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു തത്തക്കുട്ടിയുണ്ട് അത്രേ. ആ കൈലാസപർവ്വതത്തിൽ എപ്പോഴും സതീൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇതാ വന്നിരിക്കുന്ന ആ തത്തക്കുട്ടി. അമ്മ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഞാനൂടി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ശാരിക കന്തുക ആ തത്തക്കുട്ടി ഇതാ വന്ന് ഇപ്പോൾ സതീദേവിയുടെ ചുമലിൽ ഇതാ ഇതായിരുന്നു. അങ്ങനെ നേരെ ദക്ഷയാഗത്തിലേക്ക് എത്തിച്ചേർന്നു. ആരും തന്നെ മാനിക്കുന്നില്ലല്ലോ. അമ്മയുടെ പാദങ്ങളിൽ വീട് നമസ്കരിച്ചു. പ്രസൂതിദേവി പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീയൊന്നും മിണ്ടരുത് കേട്ടോ പറഞ്ഞു അത്രേ. അങ്ങനെയല്ല അമ്മേ, മഹാദേവന്റെ തിരുനാമത്തിന്റെ മഹാത്മ്യം 2 അക്ഷരം ഞാൻ പറയണമെന്ന് ഞാൻ വിചാരിക്കണത് എന്ന് പറഞ്ഞ് സതീദേവി ഉയർന്നതായിരിക്കുന്ന ഒരു സ്ഥാനത്ത് കയറി നിന്നുകൊണ്ട് മഹാദേവന്റെ തിരുനാമത്തിന്റെ മഹാത്മ്യത വർണ്ണിച്ചു. യദ്യക്ഷരം നാമഗിരേരിതം നൃണ സകൽ പ്രസംഗാദഖമാശുഹന്ദിതൽ പവിത്രകീർത്തിം തമലംഘ്യശാസനം ഭവാനോ ദ്വേഷ്ടി ശിവം ശിവേതര. എൻ്റെ ഭർത്താവായിരിക്കുന്ന മഹാദേവനെ പറ്റിയിട്ട് നിന്ദിക്കാൻ അച്ഛൻ എങ്ങനെയാതാ സാധിച്ചത്? ലോകത്തുള്ള ആളുകളെ മുഴുവനും ബഹുമാനിക്കുക മാത്രം ചെയ്യുന്ന, എല്ലാവരെയും സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ഈ ഭൂമിയോട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നതായ മഹാദേവൻ
മഹാദേവനെയൊക്കെ പൂജ കഴിക്കുന്ന സമയത്ത് സാധാരണയ്ക്ക് മഹാവിഷ്ണുവിനെയാണ് പൂജ കഴിക്കണമെന്ന് വെച്ചാൽ പൂജ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യം തന്നെ അർഘ്യം ഇതെന്നാണ് കൈ കഴുകാനാണ് വെള്ളം കൊടുക്കുന്നത്. ഈ മഹാദേവനെ പൂജ കഴിക്കുന്ന സമയത്തോ ആദ്യം ഇതും കാലാണ് ആദ്യം കഴുകുക. എന്താ കാരണം? ഈ കാലുകൊണ്ട് എവിടെയൊക്കെയാ മഹാദേവൻ നടക്കുക എന്നാണ് വിചാരിച്ചത് അല്ലേ? ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും വേണ്ടതായിരിക്കുന്ന കാര്യത്തിനെ ചെയ്തു കൊടുക്കുന്ന, ഈ ലോകത്തിന് ബന്ധുവായിരിക്കുന്ന, വിശ്വബന്ധുവായിരിക്കുന്ന മഹാദേവനെ പറ്റിയിട്ട് അതൊക്കെ ഇങ്ങനെ എന്താ പറയാനായിട്ട് സാധിച്ചു? ഏതൊരു ചെറിയ സാധനത്തിനെ കണ്ടു കഴിഞ്ഞാലും അതിനെ തൻ്റെ ശിരസിലേക്ക് എടുത്തു വെച്ച സർപ്പത്തിനെ കണ്ട അപ്പ കഴുത്തിലേക്ക് എടുത്തു. ഒരു കുവളപ്പൂവ് കണ്ട അത് തൻ്റെ ശിരസിലേക്ക് എടുത്ത് അല്ലേ? ഇങ്ങനെ എന്തിനോടും നല്ല സ്നേഹത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ആ മഹാദേവന്റെ തിരുനാമം ഒരിക്കൽ ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ അതുവരെ ചെയ്തതായ പാപകർമ്മങ്ങൾ സകല ദുരിതങ്ങളും ഇല്ലാതായിട്ട് തീരുന്നു. അങ്ങനെയുള്ള നാമത്തിന്റെ അധികാരിയായിരിക്കുന്ന മഹാദേവനെ പറ്റി അച്ഛൻ എങ്ങനെയാ അങ്ങനെ പറയാനായിട്ട് സാധിച്ചത്? തന്മാല്യഭസ്മൃകപാല്യവസൽ പിശാചൈയേ മൂർധവിർദ്ധതി അച്ചരണാരം. അച്ഛൻ എന്താ പറഞ്ഞത്? എന്നെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ, എൻ്റെ ഭർത്താവിന് മഹാദേവനെ കാണാൻ വേണ്ടിയിട്ട് കൈലാസപർവ്വതത്തിൽ വരുമ്പോൾ അവിടെ കാണില്ല. എവിടെയാ കാണുന്ന പറഞ്ഞത്? ശ്മശാനത്തിൽ പോകണമെന്നല്ലേ പറഞ്ഞത്? എൻ്റെ ഭർത്താവ് ശ്മശാനത്തിൽ പോകാറുണ്ട്. എന്തുകൊണ്ടാണ് അവിടേക്ക് പോണതെന്നാണ് വിചാരിച്ചത്? നല്ലതായിരിക്കുന്ന ഒരു മനുഷ്യ ശരീരം കിട്ടിയിട്ടും വേണ്ട രീതിയിൽ ഭഗവാനെ ഉപാസിക്കാതെ ഏതെങ്കിലും ആൾക്കാരോട് അടിയൊക്കെ കിട്ടി ചാവത്തിലെ ചെറിയ ആൾക്കാർ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചത്തു കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും? ആളുകളെല്ലാവരും കൂടി തീയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ തീയ് ഇവരെ ദഹിപ്പിച്ചതായിരിക്കുന്ന ശ്മശാനത്തിലേക്ക് രാത്രി 12-12:30 ആയി കഴിഞ്ഞാൽ സാക്ഷാൽ മഹാദേവൻ എത്തിച്ചേർന്നു. അവിടെ വെച്ച് മഹാദേവന്റെ ഒരു നൃത്തമുണ്ട്, ശ്മശാന നൃത്തം എന്ന് അതിന് പറയുക. ആ ശ്മശാന നൃത്തത്തിൽ മഹാദേവൻ നൃത്തം ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന മഞ്ഞപ്പൂക്കൾ ഒന്നിച്ചതായെടുത്ത് മഹാവിഷ്ണുവിൻ്റെ ആ ഭക്തന്മാര്, മഹാദേവന്റെ ഭക്തന്മാര് ഒന്നിച്ചതായെടുത്ത് മാലയൊക്കെ കെട്ടി മഹാദേവന്റെ ശിരസിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ചാർത്തും. മാത്രമല്ല മഹാദേവന്റെ ആ നൃത്തം ഇങ്ങനെ വേഗത കൂടി വരുന്നതിനനുസരിച്ച് മഹാദേവന്റെ കഴുത്തിലുള്ളതായിരിക്കുന്ന മാലയിൽ നിന്ന് പൂക്കളൊക്കെ താഴത്തേക്ക് വീണ് മഹാദേവന്റെ പാദസ്പർശം ഏറ്റതായിരിക്കുന്ന ആ ഭസ്മം, ചുടല ഭസ്മം എടുത്ത് ശരീരത്തിൽ അണിയാൻ വേണ്ടി തന്മാല്യ ഭസ്മൃകപാല്യവസൽ പിശാചൈയേ മൂർധവിർദ്ധതി അച്ചരണാവസൃഷ്ടം. മഹാദേവന്റെ പാദസ്പർശം ഏറ്റതായിരിക്കുന്ന ആ ഭസ്മെടുത്ത് ശിരസിലേക്ക് അണിയാൻ വേണ്ടി എത്രയെത്ര കേമന്മാരായിരിക്കുന്ന ആൾക്കാർ അവിടെ കാത്തിരിക്കുന്നത് എന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ ലോകത്തുള്ള ആളുകൾ മുഴുവനും ബഹുമാനിക്കുന്നതായ മഹാദേവനെ പറ്റി എങ്ങനെയാ അച്ഛന് ഇങ്ങനത്തെ വേണ്ടാത്ത വാക്കുകൾ പറയാൻ സാധിച്ചത്? ആരെങ്കിലും മഹാദേവനെ പറ്റിയിട്ട് വേണ്ടാത്തത് പറയുന്നുണ്ടാകുന്ന മനസ്സിലായാൽ കുറച്ചൊക്കെ ശക്തിയുള്ള ആളാണ് വെച്ചാൽ അവരെന്ത് ചെയ്യണം? തൻ്റെ 2 കാതും നന്നായിട്ട് അടച്ച് ഇതൊക്കെ കേൾക്കാൻ വയ്യാട്ടോ എന്ന് പറഞ്ഞാൽ ദൂരത്തേക്ക് ഓടിപ്പോവാണ് പതിവ്. കുറച്ചും കൂടിയൊക്കെ ശക്തിയുള്ള ആളാണ് വെച്ചാലോ മഹാദേവനെ പറ്റിയിട്ട് ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടാകുന്ന മനസ്സിലായാൽ അവരെ പിടിച്ച് മലത്തി കടത്തി അവരുടെ മാറിൽ കയറിയിരുന്ന് നാവുകൊണ്ടാ പറഞ്ഞാൽ നാവ് കഴിയുന്നിടത്തോളം പുറത്തേക്ക് പിടിച്ച് വലിച്ച് നല്ല മൂർച്ചുള്ള കത്തി കൊണ്ട് ഇവൻ ഇന്ന് ഈ നാവുകൊണ്ട് മഹാദേവനെ പറ്റി പറയാൻ പാടില്ല പറഞ്ഞ് നാവ് അരിഞ്ഞു കളയാണ് വേണ്ടത്. ഇതൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. ഇതൊക്കെ കേട്ട് ഞാൻ ഇനി മഹാദേവന്റെ അടുത്തേക്ക് കൈലാസപർവ്വതത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ ചിലപ്പോൾ മഹാദേവന് ഞാനും കൂടി ഇങ്ങനെ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ദാക്ഷായണി എന്നെ ഇടയ്ക്ക് മഹാദേവൻ ദാക്ഷായണി എന്ന് വിളിക്കും. ദാക്ഷായണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നാലും നീ ദക്ഷന്റെ പുത്രി ആ വിളി കേൾക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞ അഗ്നിദേവനെ വിളിച്ചു വരുത്തി ശരീരത്തിനെ അഗ്നിയിലേക്ക് ദഹിപ്പിച്ചു. വായു ഭഗവാൻ സതീദേവിയുടെ ജീവനെ എടുത്ത് പർവ്വതത്തിൽ, ഹിമാലയ പർവ്വതത്തിൽ തണുത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അങ്ങനെ പാർവതിയായിട്ട് ജനിച്ചു. മഹാദേവന് മനസ്സിലായി സതീദേവിയുടെ ദേഹവിയോഗം. ദേഷ്യത്തിനെ വിളിച്ചു വരുത്തി അതിഗംഭീരമായിട്ട് അട്ടഹസിച്ചു. മഹാദേവൻ ക്രോധത്തിനെ വിളിച്ചു വരുത്തി തൻ്റെ ജട എടുത്ത് നിലത്തടിച്ചതോട് കൂടിയിട്ട് ഭദ്രകാളി സമേതനായി വീരഭദ്ര പെരുമാളോട് കൂടിയിട്ട് എഴുന്നേറ്റ് വന്നു. വീരഭദ്ര പെരുമാൾ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദക്ഷിണ യജ്ഞത്തോടു കൂടി നേരെയാക്കി വന്നോളാൻ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ ദക്ഷയാഗശാലയിലേക്ക് എത്തിച്ചേർന്നു. മഹാദേവന്റെ തിരുനാമത്തിന് മഹാത്മ്യം പറയുന്ന സമയത്ത് ഏതേത് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണോ നിന്ദിച്ചത് അതാത് ഇന്ദ്രിയങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് ചിലവരുടെ കാലടിച്ച് പൊട്ടിച്ചു, ചിലരുടെ കൈയടിച്ച് പൊട്ടിച്ചു, ചിലരുടെ കണ്ണ് കുത്തി പൊട്ടിച്ചു, പല്ല് കുത്തി പൊട്ടിച്ചു. ഇവരൊക്കെ മാസം അറ്റാക്ക് പറഞ്ഞാലുള്ള സ്ഥിതി എന്താ? ഒന്നിച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയൊന്നുമില്ല.
എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ദക്ഷയാഗശാലയിലുള്ള സകല ആൾക്കാരെ കൊണ്ടേ ക്ഷമോത്രയൻ എന്തൊക്കെയാ അവർ കാണിച്ചതെന്നാ വിചാരിച്ചത്. ഇപ്പൊ ദക്ഷയാഗത്തിലേക്ക് വന്ന ആൾക്കാർക്ക് ഒന്നും എന്തില്ല, കണ്ണില്ല, കാലില്ല, കയ്യില്ല. അവരെല്ലാവരും കൂടി നാരദ മഹർഷിയുടെ നേതൃത്വത്തിൽ കൈലാസ പർവ്വതത്തിലേക്ക് ഗംഗാനദിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് മഹാദേവന്റെ തിരുനാമം ജപിച്ച് ഇന്ന് വരെ കുറിയിടാത്തിയ ആൾക്കാർ പോയിട്ടു. അത്രയും. അപ്പോൾ അടി അങ്ങനെ കിട്ടിയ സമയത്ത് വേദന കൊണ്ട് പൊളഞ്ഞപ്പോ അവരതാ ഭസ്മം കൊണ്ടതാ കുറിയിടുന്നു, ചന്ദനം കൊണ്ടതാ കുറിയിടുന്നു. മഹാദേവന്റെ തിരുനാമം ഹരഹരമ പാർവതീപദേ ഹരഹര മഹാദേവ ഹരഹര മഹാദേവ. ഭഗവാന്റെ തിരുനാമം ജപിച്ച നമശിവായ നമശിവായ നമശിവായ. നല്ല വേദന ഇങ്ങനെ വരുമ്പോൾ സംശയമില്ല, അത്ര അപ്പം ജപിക്കും ആൾക്കാർ. അതുവരെ ജപിച്ചില്ല വെച്ചാലും വല്ലാതെ ഓരോ ദുരിതങ്ങൾ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് മനസ്സിലാവുക അതല്ലായിരുന്നു ഇട്ടോ വെടിയെടുത്തത്, ഇതല്ലായിരുന്നു ഇട്ടോ വെടിയെടുത്തത് എന്ന് മനസ്സിലായി. അവരെങ്ങനെ വേദന കൊണ്ട് പുളഞ്ഞ ആളുകള് കൈയില്ലാതെ കാലില്ലാതെ അവരെങ്ങനെ ഉറക്കെ മഹാദേവന്റെ തിരുനാമം ജപിച്ച് കൈലാസപർവ്വതത്തിന്റെ മുകളിലേക്ക് അളകനന്ദയുടെ തീരത്തിലൂടെ എങ്ങനെ അവൻ കൈലാസത്തിന്റെ ഒരു വർണ്ണനുണ്ട്, കാണേണ്ടത് തന്നെ. ഭാഗവത്തിലെ ഓരോരോ ശ്ലോകവും ശരിക്കും പഠിക്കണമെന്നുണ്ട്. ഓരോരോ പദവും പഠിച്ച് നിർണീടസ്ഥാപവർജിത അല്ലേ. അവിടെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ചില മരങ്ങളൊക്കെ നോക്കിയിട്ടേ ആ മരത്തിൻ്റെ മുകളിലുള്ള ചില പക്ഷിക്കൂടുകളൊക്കെ ഉണ്ട്. ആ പക്ഷിക്കൂടുകൾ അതിൻ്റെ നേരെ മുകളിലേക്ക് വല്ലാതെ ഇങ്ങനെ സൂര്യൻ്റെ താപം ഏൽക്കുന്ന സമയത്ത് ചില അമ്മ പക്ഷിയൊക്കെ എന്താ ചെയ്തു, ചില ഇലയൊക്കെ എടുത്തുകൊണ്ടോന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, ഏറ്റവും വലിയ എഞ്ചിനീയർ ആരാ ലോകത്ത്? ആരാണ്? ഈ പക്ഷികൾ. ഏറ്റവും വലിയ എഞ്ചിനീയർ അല്ലേ. ഇങ്ങനെ നിർണീടസ്ഥാപവർജിത അതിമനോഹരമായിട്ട് ആ കൈലാസത്തിനേതാ വർണ്ണിക്കുന്നു. കൈലാസപർവ്വതത്തിലെത്തി ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ഭഗവാനേതാ കണ്ടു. മഹാദേവനെ കണ്ടപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് മഹാദേവൻ നേരെ ദക്ഷയാഗശാലയിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും മഹാവിഷ്ണുവിനെ സ്തുതിച്ചതോടുകൂടി സാക്ഷാൽ വിഷ്ണു നടയൊക്കെ തുറന്ന് 8 കൈകളുള്ള 8 തരത്തിലുള്ള ആയുധങ്ങളൊക്കെയായി ശ്യാമം ഹിരണ്യപരിധിം വനമാല്യദരിഹ 8 കൈകൾ 8 തരത്തിലുള്ള ആയുധങ്ങളൊക്കെയായി മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് മഞ്ഞ പൂക്കളെ കൊണ്ട് ശരീരത്തിനെ നന്നായിട്ട് അലങ്കരിച്ച് സാക്ഷാൽ ഭഗവാൻ കർണികാര പൂക്കളൊക്കെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നേരെ മുന്നിലങ്ങനെ ശോഭിക്കണം. അവിടേക്ക് ദക്ഷയാഗത്തിലേക്ക് വന്ന് കയ്യും കാലും ഒക്കെ ഇല്ലാത്ത ഓരോരുത്തരും വന്ന് മഹാദേവനോട് പറഞ്ഞു, മഹാദേവ എനിക്ക് അതിന് നല്ല കണ്ണുണ്ടായിരുന്നു കേട്ടോ, അപ്പം കണ്ണില്ല പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, എനിക്ക് നിനക്ക് കണ്ണ് വെച്ച് അല്ലാതെ ഒന്നും അല്ല പരിപാടി പറഞ്ഞു. എന്നാലും എന്താ ചെയ്യേണ്ടത്? കണ്ണില്ല ആൾക്കാരുടെ കൈ പിടിച്ച് നമ്മളാന്ന്. കാലില്ല ആൾക്കാരോട് പറഞ്ഞു, ആരെങ്കിലും മേലൊക്കെ പിടിച്ചങ്ങോട്ട് പോയിക്കോ, അതാ നല്ലത് പറഞ്ഞു. അത്രേ കാല് വെച്ചു കൊടുത്തില്ല മഹാദേവൻ. പല്ലില്ലാത്ത ആൾക്കാർ വന്ന പല്ല് വേണമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാ പല്ല് ചോദിച്ചു. സദ്യക്കൊക്കെ പോകുമ്പോൾ ശർക്കരപ്പേരിയും വറുത്തപ്പേരും ഒക്കെ ഞങ്ങൾക്കും കഴിക്കണം എന്നുണ്ടാവില്ലേ, അതിനിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പം മഹാദേവൻ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. സദ്യക്കൊക്കെ പോകുമ്പോൾ കല്യാണത്തിനൊക്കെ പോണ സമയത്ത് ആദ്യം തന്നെ നല്ല പല്ലുള്ള ആൾക്കാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അല്ലേ. അവരെ കൂട്ടത്തിൽ പോയാൽ മതി. എന്നിട്ടോ അവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും. എന്നിട്ട് ശർക്കരപ്പേരി വറുത്തപ്പേരൊക്കെ വിളമ്പി കഴിഞ്ഞാൽ ഈ പല്ലുള്ള ആൾക്കാരോട് പറയാം, ഇതൊന്ന് ചവച്ചത് അങ്ങോട്ടോ അവരുടെ വായിലിട്ട് കൊടുത്താൽ മതില്ല. എന്നിട്ട് അങ്ങനെ കഴിച്ചാൽ മതി പറഞ്ഞു. അത്രേ ഇവർക്ക് പല്ല് കൊടുത്തില്ല മഹാദേവൻ. മഹാദേവനെ ആരാണെന്ന് വിചാരിച്ചത്? കൊടുത്തില്ലാത്തതേ പല്ല് തന്നെ പറ്റിയിട്ട് വേണ്ടാത്തത് പറഞ്ഞ ആൾക്കാരല്ലേ. കൊടുത്തില്ല അവർക്ക് പല്ലിതാ കൊടുത്തില്ല. അങ്ങനെ ശിരസ് പോയതായിരിക്കുന്ന ദക്ഷന് ശിരസ് കിട്ടണം എന്ന് ആഗ്രഹം. ഒരു ആടിൻ്റെ ശിരസ് കൊണ്ടുപോയി വെച്ചു. അത്രേ നല്ല ശിരസ് കിട്ടിയ സമയത്ത് സ്തുതിക്കാത്തതായിരിക്കുന്ന ഈ ദക്ഷൻ ആടിൻ്റെ ശിരസ് വെച്ച് സ്തുതിക്കാൻ പുറപ്പെട്ടപ്പോൾ ആട് പറയണത് പോലെയാണ് പറയണത്. മേ 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 എന്ന് പറഞ്ഞാൽ എനിക്ക് 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 അതും എനിക്ക് അതും എനിക്ക് അതും എനിക്ക് കൈക്കോട്ടിൻ്റെ സ്വഭാവം, അതും എനിക്ക് അതും എനിക്ക് അതും എനിക്ക് ഒക്കെ എനിക്ക് 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 എന്നുള്ള രീതിയിൽ പിന്നെ ദക്ഷൻ സ്തുതിക്കാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ ചമകം കൊണ്ട് സ്തുതിച്ചു. മഹാദേവന് സന്തോഷമായി. മഹാദേവൻ മുന്നിലത പ്രത്യക്ഷപ്പെട്ട് ആ ദക്ഷനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ മഹാവിഷ്ണു എന്ന മഹാദേവനോട് പറഞ്ഞു, മഹാദേവ ഈ ദക്ഷയാഗത്തിൽ പലർക്കും നഷ്ടപ്പെട്ടതൊക്കെ പലരും വന്നതാ അങ്ങയോട് ചോദിച്ചതാ വാങ്ങി. അങ്ങയ്ക്കൊന്നും നഷ്ടപ്പെട്ടുണ്ടോ? എന്താ നഷ്ടപ്പെട്ടത്? സതീദേവി എന്നെ അല്ലേ. അപ്പോൾ ഭാര്യ ഇല്ലാത്ത അങ്ങയെ കാണാൻ എനിക്ക് സാധിക്കില്ല കേട്ടോ, അങ്ങ് നല്ലൊരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഒരു കല്യാണം കഴിച്ചു, അത് ഇങ്ങനെയൊക്കെ ആയി. ഇനി എന്തായാലും ഇനിയിപ്പം കല്യാണം ഒന്നും വേണ്ട, എന്തൊക്കെ പ്രയാസത്തെ കല്യാണം കഴിച്ച ആൾക്കാർ ഇന്ന് വരെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞില്ല അല്ലേ. കല്യാണം കഴിച്ച ആൾക്കാരോട് ചോദിച്ചു നോക്കും, അവരെന്താ പറയുക? വേണ്ട കേട്ടോ, നീ അതിലേക്ക് എടുത്ത് ചാടണ്ടെന്നേ പറയുള്ളൂ. ഒരൊറ്റയാളും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞില്ല. കല്യാണം കഴിച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാലേ.
കല്യാണം കഴിക്കുന്നത് വരെ ബസ് കയറിയാൽ ഒരു ടിക്കറ്റ് എടുത്താണ്. കല്യാണം കഴിഞ്ഞാലോ ഭാര്യേൻ്റെ ടിക്കറ്റ് എടുക്കണം. ഭാര്യേൻ്റെ അച്ഛൻ കയറിയാൽ ഭാര്യേൻ്റെ അച്ഛൻ്റെ ടിക്കറ്റ് എടുക്കട്ടെ. എത്ര പ്രയാസം. അതുകൊണ്ട് മഹാദേവൻ പറഞ്ഞു ഇനിയിപ്പോൾ വിവാഹമൊന്നും വേണ്ട പറഞ്ഞോത്രേ. ഇപ്പം മഹാവിഷ്ണു പറഞ്ഞു അങ്ങനെയല്ല, അങ്ങ് നല്ലൊരു വിവാഹം കഴിക്കണം, അങ്ങയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇതാ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് തിരിഞ്ഞങ്ങോട്ട് നോക്കിയ സമയത്ത് അവിടെ അത് ആ പർവ്വതത്തിൻ്റെ പുത്രിയായിരിക്കുന്ന പാർവതി തൻ്റെ അച്ഛനായിരിക്കുന്ന ഹിമവാനോട് കൂടിയിട്ട് ഹേമലത്തെ ഒരു ഹേമലതയെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണത്തിൻ്റെ വള്ളിയെ പോലെ ശരീരത്തിൽ മുഴുവനും സ്വർണ്ണാഭരണം അണിഞ്ഞണിഞ്ഞണിഞ്ഞങ്ങനെ സർവ്വ സൗന്ദര്യത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ആ പാർവതീ ദേവിയെ മഹാദേവനെ കാണാനായിട്ട് സാധിച്ചു അത്രേ. മഹാവിഷ്ണു പറഞ്ഞു മഹാദേവ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഈ രൂപത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെൺകുട്ടി അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഓടിപ്പോകും. എന്തൊരു രൂപ അതല്ലേ. ജടാമകുടം, മൂന്നാമത്തെ കണ്ണ്, കഴുത്തിലാണിച്ചാൽ ധാരാളം സർപ്പങ്ങൾ, ഇതൊക്കെയായി അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ അത് പ്രയാസമാട്ടോ പറഞ്ഞു അത്രേ. ഇപ്പം എന്താ ചെയ്യുക, ഒക്കെ ഞാൻ നേരെയാക്കി തരാൻ പറഞ്ഞാൽ മഹാവിഷ്ണു വേഗം മഹാദേവനെ ഒരു വള്ളിക്കുടലിലേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് മഹാദേവനോട് പറഞ്ഞു മഹാദേവൻ്റെ കഴുത്തിലുള്ള ആ സർപ്പങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇതാ മഹാദേവൻ പറഞ്ഞു വേണ്ട, ഈ സർപ്പങ്ങളൊക്കെ കുറേ കാലം അതിൻ്റെ കഴുത്തിൽ ഇതിനെയൊന്നും ഇനി മാറ്റിയിട്ട് ഇനി ഈ കല്യാണം വേണ്ട പറഞ്ഞു അത്രേ. മഹാവിഷ്ണു സമ്മതിച്ചില്ല. എന്തായാലും സർപ്പത്തിനെ ഞാൻ മാറ്റി പറഞ്ഞ് പിടിച്ചു വിളിക്കുക അത്രയും മഹാവിഷ്ണു. അവസാനം ആ കഴുത്തിലുള്ളതായിരിക്കുന്ന സർപ്പങ്ങളൊക്കെ രത്നമാലകളായി സ്വർണ്ണമാലകളായിട്ട് ഇതാ മാറി. മൂന്നാം തരക്കുള്ള ഒന്നാന്തരം ഒരു ഗോപിക്കുറിയായിട്ട് ഇതാ മാറി. ജടാമകുടം രത്നം പതിച്ചതായിരിക്കുന്ന കിരീടമായിട്ട് ഇതാ മാറി. മഹാദേവന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ആയുധങ്ങളൊക്കെ മാറ്റി പീതാംബരപ്പെട്ടുകൊടുത്ത് പാദങ്ങളിലെ സ്വർണത്തിന്റെ പാദസരമൊക്കെ ധരിച്ചതായ മഹാദേവനെ മഹാവിഷ്ണു കയ്യിലേക്ക് ഇതാ പിടിച്ച് പുറത്തേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുവന്ന് തമേവ ദയിതം ഭൂയ ആവൃന്തേ പതിമുംബിക അനന്യഭാവൈകഗതി ശക്തി സുത്തേവ പൂരുഷം. സാക്ഷാൽ മഹാദേവനെ സുന്ദരേശനാക്കി മാറ്റിയത് സൗന്ദര്യത്തോടുകൂടി, എന്തെന്നില്ലാത്ത സൗന്ദര്യത്തോട്. അങ്ങനെയുള്ള കല്യാണത്തിന് പോണ സമയത്തിനെങ്കിലും മഹാവിഷ്ണു പറയും ഒന്ന് തലമുടിയൊക്കെ ഒന്ന് മാടിയൊക്കെ മാറ്റും. ഇങ്ങനെ പോയാൽ ഇങ്ങനെ മഹാവിഷ്ണു തൻ്റെ ആ സൗന്ദര്യ ബോധത്തിനെ മഹാദേവനത പറഞ്ഞു കൊടുത്ത് സുന്ദരേശനാക്കി മാറ്റി അങ്ങനെ പാർവതീദേവിയെ വിവാഹം കഴിച്ച ചരിത്രം. പിന്നീടാണ് ധ്രുവകുമാരൻ്റെ കഥ വർണ്ണിക്കുന്നത്. കേവലം 6ാമത്തെ മാസത്തിൽ ഭഗവാനെ കാണാൻ സാധിച്ച ധ്രുവകുമാരൻ ഉത്താനപാദ മഹാരാജാവ് 2 കല്യാണം കഴിച്ചു അത്രേ. സുരുചി, സുനീതി. അതിന് 2 കുട്ടികളുണ്ടായി. ഇവിടെ ഉത്തമനെന്നും ധ്രുവനെന്നും പേര്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ പാദങ്ങളിലുള്ള ഉറച്ച ബുദ്ധി, ഭഗവാൻ ഉപാസിക്കുകയാണ് വേണ്ടത്, ഭഗവാൻ ഉപാസിക്കുകയാണ് വേണ്ടത് എന്നുള്ള ആ ധ്രുവകുമാരൻ്റെ മുന്നിൽ ഭഗവാന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ സാധിച്ചില്ല. അച്ഛൻ്റെ മടിയിൽ എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുരുചി മാതാവ് എന്ന് പറയണത് ഇങ്ങനെയുള്ള മടിത്തട്ടിൽ ഇരിക്കാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ അച്ഛൻ്റെ മടിയിൽ രാജാവിൻ്റെ മടിയിൽ ഇരിക്കണം വെച്ചാൽ നീ കാട്ടിൽ പോയിക്കോ, എന്നിട്ടോ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിക്കോ, മഹാവിഷ്ണു എന്താ വരം വേണ്ടത് ചോദിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് കൊന്നു തന്നെ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് നീ എൻ്റെ ഉദരത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആ സ്ഥാനത്ത് ആ കയറിയിരിക്കാം. ആ ധ്രുവൻ കരഞ്ഞു അത്രേ. അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മേ എന്നെ ചെറിയമ്മ അങ്ങനത്തെ വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞു അത്രേ. മാമംഗളം താതപരേശ്വമം സ്ഥാം. ഭഗവാൻ ഉപാസിക്കണം എന്ന് ഉണ്ണി ആര് പറഞ്ഞാലും നല്ലതാട്ടോ, ഭഗവാൻ ഉപാസിക്കണം എന്നല്ലേ പറഞ്ഞത്. ഞാൻ ശരിട്ടോ അമ്മേ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ധ്രുവകുമാരൻ കാട്ടിലെത്തി നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷി പറഞ്ഞു ധ്രുവ ഈ കാട് എന്ന് പറഞ്ഞാൽ ഘോരവനാണ്, എത്ര മൃഗങ്ങളാണ് അവിടെ ഉള്ളത്, നിനക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കല്ലേ വേണ്ടത്. ഞാൻ പറഞ്ഞ അയാൾ കേൾക്കാതിരിക്കില്ലേ പോവുക എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ചോദിച്ചു ഈ ധ്രുവകുമാരൻ ഈ നാരദ മഹർഷിയെ അങ്ങ് ഒറിജിനൽ നാരദനാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ചോദിച്ചു. നാരദൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാനെ ഉപാസിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ആ ഈശ്വര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് നാരദൻ എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭഗവാനെ ഉപാസിക്കാനുള്ള മന്ത്രം പറഞ്ഞ രൂപം ഓം നമോ ഭഗവതേ വാസുദേവായ. ഉണ്ണി ഭഗവാന്റെ സ്വരൂപം എന്താണെന്ന് എനിക്കറിയോ, ചേച്ച കണ്ണടച്ചോ ഞാൻ ഇപ്പം പറഞ്ഞുതരാ പറഞ്ഞു അത്രേ. അങ്ങനെ ധ്രുവകുമാരൻ നാരദ മഹർഷി പറഞ്ഞു തരുന്നതായ ഭഗവാന്റെ ആ സ്വരൂപത്തിലെ മനസ്സിലേക്ക് നന്നായിട്ട് ധ്യാനിക്കാനായിട്ട് നാം പുറപ്പെടും. ചന്ദ്രഗ്രഹങ്ങൾ പൊഴിക്കുന്നത് തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട ഞൊറിഞ്ഞുടത്ത് അരയിൽ സ്വർണ്ണാഭരണം ധരിച്ച് വനമാലകൾ അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ് ചക്രം ഗദ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട തൃക്കണ്ണ് എഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി
മയിൽപ്പീലി അണിഞ്ഞ ഭഗവാന്റെ പാദാതി കേശം കേശാദി പാദം നാരദ മഹർഷി ഇങ്ങനെ പറയുന്നത് കേട്ട സമയത്ത് ധ്രുവകുമാരന്റെ ഉള്ളില് ആ ഭഗവാൻ എന്തെന്നില്ലാത്ത ശോഭയോടുകൂടി സർവ ആനന്ദത്തോടു കൂടിയിട്ട് ഇപ്പൊ ധ്രുവകുമാരന് സമയം പോണത് അറിയണില്ല. അത്രേ എത്ര കാലം കഴിഞ്ഞത് അറിയില്ല. കണ്ണങ്ങോട്ട് തുറക്കുമ്പോൾ ചിലപ്പോൾ വലിയ ഇലയത്തെ കണ്ട അടുത്ത് കഴിക്കും. പിന്നെ കണ്ണടച്ച് ഇങ്ങനെ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ തന്നെ ധ്യാനിച്ച് 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 5-6 മാസമായതോടുകൂടി ഈ ഭൂമിദേവി ഇപ്പോ ആന കയറിയ തോണി പോലെയായി മാറിയിത്രേ. ആന തോണി കയറി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ ആലോചിച്ചു? നമ്മൾ തന്നെ തോണി കയറുമ്പോൾ നമ്മൾ വഞ്ചി കയറുമ്പോൾ തോണി തുടങ്ങിയ ആൾക്കാർ പറയും നിങ്ങൾ വല്ല പിച്ചുപ്പിള്ളിയോ അല്ലെങ്കിൽ മോഹിനിയാട്ടോ ഒക്കെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെച്ചാൽ ഇതൊന്നും കണ്ടാട്ടോ പുറത്തുനിന്ന് മതി അല്ലേ. ആന തോണി കയറി കഴിഞ്ഞാലും ആനയുടെ പ്രത്യേകത എന്താ? ആന 4 കാലിൻ്റെ മുകളിൽ ഒരുമിച്ച് നിൽക്കില്ല. നമ്മളെ പോലെ തന്നെ ആവശ്യമില്ലാച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇടകൂല്ലേ. ഒന്ന് അങ്ങോട്ട് ഇളകി കാലം അങ്ങോട്ട് എടുത്ത് വെച്ചു ഇങ്ങോട്ട് എടുത്ത് വെച്ചു അല്ലേ. ഇങ്ങനെ ഈ ആന ഇങ്ങനത്തെ തോണി കയറി കഴിഞ്ഞാലോ തോണി മാറിയും അത് തന്നെ അതേപോലെ ആയിട്ട് മാറിയതാ ഭൂമി. അങ്ങനെ ഉത്താനപാതിമയ സംഗതാത്മാ ദേവന്മാരും എന്ന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഉത്താനപാദന്റെ പുത്രൻ ധ്രുവന്റെ ആ തപസ്സാണിതാ ഇതിന് കാരണം. ഞാൻ പോവുകയാണ് പറഞ്ഞു. ഭഗവാൻ ഗരുഡന്റെ പുറത്ത് ധ്രുവകുമാരൻ തപസ് ചെയ്യുന്ന മധുവനത്തില് വൃന്ദാവനത്തിലെ മധുവനത്തില് ഗരുഡന്റെ പുറത്ത് ഇങ്ങനെ ഭഗവാൻ വന്നു എന്ന് പറഞ്ഞാൽ കുറേ നേരം കാത്തു നോക്കി. 5 മിനിറ്റ് കഴിഞ്ഞു 10 മിനിറ്റ് കണ്ണോർക്കണില്ല അയാൾ. ഭഗവാനിന്റെ അത്ഭുതമായിത്ര എങ്ങനെയായി ധ്രുവകുമാരെ കണ്ടു തുറക്കുക? നാരദ മഹർഷി പറഞ്ഞു തന്നതായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തിൽ ലയിച്ച് 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 പരമമായിരിക്കുന്ന ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുന്ന ധ്രുവനെപ്പോ ഒന്നും അറിയണില്ല. അത്രേ മുന്നിൽ ഭഗവാൻ വന്നതുപോലും അറിയാതിരിക്കുന്ന ആ ധ്രുവകുമാരനെ കണ്ടപ്പോ ഭഗവാൻ തൻ്റെ ആ സ്വരൂപത്തിനെ ധ്രുവന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് മാറ്റി. താൻ ഏത് രൂപത്തിലാണോ ഭഗവാനെ ധ്യാനിച്ചത് തദവസ്ഥം ദദർശ അതേ രൂപത്തില് മുന്നിലങ്ങനെ കാണുന്ന ആ ഭഗവാനെ കണ്ടതോടുകൂടി ധ്രുവകുമാരൻ ഭഗവാനെ അതിഗംഭീരമായിട്ട് ദാ സ്തുതിച്ചു. 12 അക്ഷരമുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം കൊണ്ടാണ് ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചത്. അങ്ങനെ 12 അക്ഷരത്തിനനുസരിച്ച് ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങൾക്കനുസരിച്ച് ധ്രുവകുമാരൻ ദ്വാദശാദിത്യന്മാരെ പോലെ 12 ശ്ലോകങ്ങളെ കൊണ്ടതാ ആ ഭഗവാനെതാ സ്തുതിക്കുന്നു. യോന്തഃ പ്രവിശ്യ മമ വാചമിമഹം പ്രസുപ്തഹം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനഃ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വകാരിം പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാനെ അങ്ങനെ ഹൃദയത്തിലേക്ക് ഒന്ന് അറിഞ്ഞിരിക്കണേ. ഭഗവാൻ ചോദിച്ചു എന്തിനാ ധ്രുവ? എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഉറങ്ങുക കേട്ടോ ഭഗവാൻ. കൈ ഉറങ്ങാണ്, കാതുറങ്ങാണ്, മൂക്കുറങ്ങാണ്, കണ്ണുറങ്ങാണ്. ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ ഈശ്വരനെ ഉപാസിക്കുക വേണ്ടത് അത് എനിക്ക് അറിയായിട്ടല്ല കേട്ടോ ഭഗവാനെ. പക്ഷേ ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന മായ, ഇവിടെ ഉള്ളതായിരിക്കുന്ന ഒരു സ്നേഹം, വിവാഹം കഴിഞ്ഞാൽ ഭാര്യയോട് സ്നേഹം, കുട്ടികളുണ്ടായ കുട്ടികളോട് സ്നേഹം, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് സ്നേഹം, ഇങ്ങനെ ഈ മായ കൊണ്ട് അങ്ങയെ ഉപാസിക്കാൻ എനിക്കിതാ സാധിക്കുന്നില്ല കേട്ടോ ഭഗവാനെ. അതുകൊണ്ട് എൻ്റെ എല്ലാവിധ ഇന്ദ്രിയങ്ങളെയും ഒന്ന് ഉണർത്തണേ, അങ്ങയെ സ്തുതിക്കുവാനായി ഞങ്ങൾക്കിതാ സാധിക്കണേ എന്നുള്ള ധ്രുവകുമാരൻ്റെ അതിഗംഭീരമായിരിക്കുന്ന സ്തുതി കേട്ട ധ്രുവനോട് പറഞ്ഞു നന്നായി ധ്രുവ 36,000 കൊല്ലം രാജ്യം ഭരിച്ചോടും പറഞ്ഞേ. അങ്ങനെ അതാ കാട്ടിൽ നിന്ന് നാട്ടിലെത്തിച്ചേർന്ന അതിഗംഭീരമായിരിക്കുന്ന രാജ്യഭാരം, യക്ഷന്മാരായിട്ടുള്ള യുദ്ധം, അവസാനം മൃത്യുദേവൻ തന്നെ നേരെ മുന്നിലെങ്ങനെ വന്നു നിന്ന് മൃത്യുവിൻ്റെ ശിരസിലേക്ക് കാലെടുത്ത് വെച്ച് വിമാനത്തിൽ കയറി ധ്രുവ നക്ഷത്രമായി ഇന്നും നമ്മളത് ആ ധ്രുവകുമാരൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിമാനത്തിലെങ്ങനെ പോണ സമയത്ത് വിമാനം ഓടിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു എൻ്റെ ഈ ഉയർച്ചയ്ക്കൊക്കെ ഉള്ള കാരണം എൻ്റെ അമ്മയാണ്, അതുകൊണ്ട് അമ്മ ഇല്ലാത്തതായിരിക്കുന്ന രോഗം ഞാൻ ഇല്ലാത്തോ പറഞ്ഞു അത്രേ. അപ്പോഴാണ് മുന്നിൽ പോകുന്ന വിമാനത്തിൽ എൻ്റെ അമ്മയെ ആ ധ്രുവകുമാരനെ കാണാനായിട്ട് ഇതാ സാധിച്ചതല്ലേ. ഇന്നും ധ്രുവകുമാരൻ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. കാട്ടില് 2 ജീവികളും, ഒന്ന് ചെന്നായിയും അതേപോലെ സിംഹവും അല്ലേ. ആരെ കാട്ടിലെ രാജാവ്? സിംഹമാണ് കാട്ടിലെ രാജാവ്. എന്തുകൊണ്ടേ കാട്ടിലെ സിംഹം രാജാവായിട്ട് മാറിയത്? ചെന്നായ മുന്നിലേക്ക് മാത്രം നോക്കിയിട്ടാവില്ല. എന്നാൽ സിംഹമോ 4-5 അടി നടന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കും അല്ലേ. ഇങ്ങനെ തിരിഞ്ഞു നോക്കി നടക്കുന്നത് കൊണ്ടാണ് കാട്ടിലെ രാജാവ് സിംഹമായിട്ട് മാറിയത്. ഇതേപോലെ തൻ്റെ ഉയർച്ചയ്ക്കുള്ള കാരണക്കാരാരാണോ നോക്കി അവരൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കണത് എന്നുണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ തന്നെയാണ് രാജാവായിട്ട് മാറുക. അതാണ് ആ ധ്രുവന്റെ കഥയിലൂടെ വർണ്ണിക്കുന്നത്. ഹിത്വാർഭക ക്രീഡനകാനി മാതു
ഗൃഹം ച വിഷ്ണു ശരണം യോജകാഹിത്വാർഭക. അർഭകന്മാർ, ചെറിയ കുട്ടികൾ, പേരക്കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛന് ഇഷ്ടമില്ലാതെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ഒക്കെ ആവും. ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കി ആ വീട്ടിൽ എങ്ങനെ താമസിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുമിച്ച് 4 കുട്ടികളുണ്ടായി. എന്താ ചെയ്യുക? ആ കുട്ടികളെങ്ങനെ മലന്ന് കിടക്കുന്ന സമയത്ത് കുട്ടികളെങ്ങനെ കരഞ്ഞിട്ട് വെച്ചാൽ എങ്ങനെ അടുക്കളയ്ക്ക് പോവുക? അപ്പോൾ അമ്മമാരെന്താ ചെയ്യുക? കുട്ടികളെ കരയാതിരിക്കാൻ വേണ്ടി മലന്ന് കിടന്ന് കരയുന്ന കുട്ടിയുടെ അടുത്തേക്ക് നല്ല നിറമുള്ള ഏതെങ്കിലും കളിപ്പാട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ കുട്ടി കളിപ്പാട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കരയില്ല. കുട്ടി കരയില്ല എന്ന് ഉറപ്പായ അമ്മ എന്താ ചെയ്യുക? പിന്നെ കുട്ടീൻ്റെ അടുത്ത് നിൽക്കില്ല. നല്ല അടുക്കളയ്ക്ക് പോയി അവിടെ ഇരുന്ന് ഓരോ ജോലി ഇങ്ങനെ ചെയ്യാനായിട്ട് പുറപ്പെടും. അല്ലേ? കുട്ടിയുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം വീണ് പോയാലോ അപ്പോൾ കുട്ടി കരയാൻ പുറപ്പെടും. അപ്പോൾ അമ്മ മെല്ലെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ കളിപ്പാട്ടം എടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കും. കളിപ്പാട്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി കരയില്ല. കളിപ്പാട്ടം കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാലോ കുട്ടി കരയാനായിട്ട് പുറപ്പെടും. കുട്ടി കരയണമെന്ന് വിചാരിച്ചാൽ അമ്മ അടുക്കളയിൽ ഓരോ ജോലി നോക്കിക്കൊണ്ടിരിക്കില്ലേ. കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ കുട്ടി എന്താ ചെയ്യുക? തൻ്റെ കയ്യിലുള്ള കളിപ്പാട്ടം ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് ഉറക്ക കരയും. അങ്ങനെയുള്ള കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ പിന്നെ അമ്മ എന്താ ചെയ്യുക? അമ്മ ഗ്യാസ് മുകളിൽ ഓണാക്കി താഴ്ത്ത് ഓഫാക്കും. അല്ലേ? മുകളിൽ ഓഫാക്കി താഴ്ത്ത് ഓഫാക്കും. എന്നിട്ട് മെല്ലെ വന്ന് ആ കുട്ടിയെ എടുത്ത് നന്നായിട്ട് ലാളിക്കും. ഇതേപോലെ കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഭഗവാൻ നിൽക്കണില്ല. നമുക്കൊക്കെ എതിരാ കൂടുതൽ താല്പര്യം ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? ഓരോ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഭഗവാനെ ഞങ്ങൾക്ക് അതും വേണേ, ഇതും വേണേ, അതും വേണേ, ഇതും വേണേ എന്ന് പറയുമ്പോൾ ഭഗവാന് സന്തോഷമാത്രേ. ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ്. ഭഗവാൻ ചോദിച്ചത് കൊടുത്താൽ പോലെ. ഒന്നും ചോദിച്ചില്ല വിചാരിക്കുക. അല്ലേ? ചോദിച്ചില്ല വെച്ചാലോ ഭഗവാൻ എന്നെ സംസാരിക്കും. എന്താ കൊടുക്കേണ്ടത് പറഞ്ഞാൽ പിന്നാരെങ്ങനെ ഭഗവാൻ എത്തിച്ചേരുന്നു. ഹിത്വാർഭക ക്രീഡനകാനിമാതു. കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഭഗവാൻ നിൽക്കണില്ല. നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തല്ലേ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളുണ്ടെച്ചാൽ ആ കുട്ടികൾ എന്ത് ചെയ്യും? അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയും, അച്ഛൻ പോകരുത്, അച്ഛൻ പോയിണ്ടെച്ചാൽ പിന്നെ എന്നാ വരിക? 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ, 4 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അതുകൊണ്ട് പോകരുതേ എന്ന് പറഞ്ഞാൽ കുട്ടി അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, അച്ഛന് പോകാതിരിക്കാൻ പറ്റുമോ? ഇത് എന്നോ ഏറ്റവും ഓരോ പരിപാടിയാവും. അപ്പോൾ അച്ഛൻ കുട്ടികളെ എന്താ ചെയ്യുക? കുട്ടിയുടെ കയ്യിൽ ചിലപ്പോൾ ചില കളിപ്പാട്ടമൊക്കെ കൊടുക്കും. കുട്ടികളോ കളിപ്പാട്ടം കിട്ടി ദൂരത്ത് പോയി കളിപ്പാട്ടമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ ബാഗൊക്കെ എടുത്ത് കുട്ടിയെ കാണാതെ പുറത്തു കൂടെ രക്ഷപ്പെടും. അല്ലേ? എന്നാൽ ചെറിയ കുട്ടികളോ കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആ കളിപ്പാട്ടം ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയും, എനിക്ക് കളിപ്പാട്ടമൊന്നും വേണ്ട കേട്ടോ, പിന്നെ അച്ഛൻ ഇവിടെ നിന്നാൽ മതി പറയണ്ടേ. അങ്ങനെയുള്ളവരുടെ അടുത്തേ ഭഗവാൻ നിൽക്കുള്ളൂ. കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഭഗവാൻ അവിടെ നിൽക്കണില്ല. ഭഗവാനെ തന്നെ കിട്ടണേ, ഈശ്വരനെ കിട്ടണേ, കൃഷ്ണനെ കിട്ടണേ എന്നുള്ള ആത്മാർത്ഥതയുടെ മുന്നിലാണ് എല്ലാ സമയത്തും ഭഗവാൻ വന്ന് നിൽക്കുകയാണ്. ധ്രുവകുമാരൻ്റെ കഥയിലൂടെ വർണ്ണിച്ചു. ആ വംശത്തിൽ അങ്കൻ എന്ന പേരായിട്ടൊരു രാജാവ്, അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു യാഗം നടത്തി. യാഗത്തിൽ ഭഗവാൻ തന്നെ വന്നത് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരു പായസം കൊണ്ടുപോയി കൊടുത്തു. അംഗമഹാരാജാവ് തൻ്റെ ഭാര്യയായിരിക്കുന്ന സുനീതയ്ക്ക് ആ യജ്ഞത്തിൽ നിന്നും കിട്ടിയ പായസം കൊടുത്തതോ വാസനിച്ചിട്ടാണ് കൊടുത്തത്. അത്രേ. അമ്പലത്തേക്കൊക്കെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ നല്ല പോവാ, വാസന ഉണ്ടോ നോക്കട്ടെ ചോദിച്ച് വാസനിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ വയ്ക്കാൻ പാടില്ല. അല്ലേ? അത് നന്നായി ഇവിടെ വാസനിച്ച പായസം കഴിച്ചതുകൊണ്ട് ഉണ്ടായതായിരിക്കുന്ന ഉണ്ണിയും ഒരു ദുഷ്ടനായിട്ട് മാറി. ഇത്ര വേനെന്ന് പേരിട്ടു. വേനൽക്കാലം പോലെ തന്നെ അത്ര ഓരോ ഉപകാരവും ഇല്ല, ഒരു കാറ്റ് പോലും ഇല്ല. കണ്ടില്ലേ? ഒരു ഉപകാരവും ഇല്ലാത്ത വേനൽക്കാലം പോലെ ആയിട്ട് മാറി ഇവൻ്റെ രാജ്യഭാരം. അങ്ങനെ മഹർഷീശ്വരന്മാർ എന്നൊരു ശബ്ദം ഉണ്ടാക്കിയപ്പോൾ വേനൽ മരിച്ചതാകും. ഇപ്പം രാജാവില്ല, അരാജക ഭയാദേശ. മഹർഷീശ്വരന്മാർ വന്ന് എണ്ണത്തോണിയിൽ നിന്ന് വേനൻ്റെ ആ ശവശരീരം പുറത്തേക്ക് എടുത്തിട്ടു. കാലുകൾ തമ്മിൽ കടഞ്ഞു. കറുത്തതായിരിക്കുന്ന പുരുഷൻ കാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കാട്ടിൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നീടാണ് കൈകൾ തമ്മിൽ കടഞ്ഞത്. സാക്ഷാൽ ഭഗവാൻ തന്നെ പൊതുമഹാരാജാവായി മഹാലക്ഷ്മി അർച്ചിസ് എന്നുള്ള പേരോട് കൂടിയിട്ട് ഭൂമിയിൽ അവതരിച്ചു. അതിഗംഭീരമായിരിക്കുന്ന പൃഥുമഹാരാജാവിൻ്റെ രാജ്യഭാരം ജനങ്ങൾക്കൊക്കെ ഇപ്പം എന്തൊരു സന്തോഷമായി അറിയില്ല. അതെ. അപ്പോൾ പൃഥുമഹാരാജാവ് ഒരു യാഗം നടത്തി. ഇപ്പം ജനങ്ങൾ തൻ്റെ കയ്യിൽ കിട്ടിയതായിരിക്കുന്ന കാർഷിക വസ്തുക്കൾ ഒന്നിച്ചതായിട്ട് ഓസ്വരവന സാന്നദ്യ, നദി എങ്ങനെയാണോ ഒഴുകി വരുന്നത് അതേപോലെ സകല സാധനം കലവറ നിറയ്ക്കലേ എന്ന് പറഞ്ഞ് കലവറയിൽ സാധനം കഴിയുമ്പോഴേക്കും ആൾക്കാർ കൊണ്ടുപോയി വെക്കാതെ എന്തൊക്കെ സാധനം കൊണ്ടുപോയി വെക്കണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു യാഗം കഴിഞ്ഞപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ ബാക്കിയായി.
അപ്പോൾ മഹാരാജാവ് വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു യാഗം കൂടി നടത്തുക. അല്ല 99 യാഗം നടത്തി. 100ാമത്തെ യാഗം നടത്താനായിട്ട് പുറപ്പെട്ടപ്പോൾ 100 യാഗം നടത്തി കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ ആ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി ഒരാൾക്കും കൂടി ആ അവകാശം കിട്ടുമത്രേ. അതാർക്കും ഇഷ്ടമില്ല അല്ലേ? നമുക്ക് ഇഷ്ടമുണ്ടോ? ആലോചിച്ച് നോക്കും. നമ്മളിരിക്കുന്ന കസാലേൻ്റെ മോള് ഇപ്പോൾ സപ്താഹത്തിന് ഇപ്പോൾ 2 ദിവസം ആയിട്ടേ ഉള്ളൂ. ഓരോരോ ആൾക്കാർ രാവിലെ ആയാൽ ഇരിക്കുന്ന ഒരു കസാല ഉണ്ടാവും. ആ കസാലേൻ്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴേക്കും ആ കസാലേൻ്റെ മുകളിൽ വേറെ ആൾ കയറിയിരുന്നു. എന്തിനാ ദേഷ്യാന്ന് വിചാരിച്ചു. ഇതെൻ്റെ കസാലയല്ലേ? ഇതെൻ്റെ കസാലയല്ലേ? നീ എന്താ ആകെ ഒരു 5 മിനിറ്റ് നേരം കൊണ്ടുള്ള ബന്ധം കൊണ്ട് തന്നെ നമുക്ക് എൻ്റേത് തോന്നി. ഇപ്പം ഇന്ദ്രന് തോന്നിയതിന് സംശയം പറയേണ്ടൊന്നും കാര്യമില്ല, പ്രയാസപ്പെട്ട കാര്യമില്ല. ഇന്ദ്രൻ്റെ ഇത് എൻ്റെ കസാല തന്നെയാണെന്ന് വിചാരിച്ചിരിക്കും. അവിടേക്ക് ഒരാളോട് കയറിയിരിക്കാൻ അപ്പോൾ പ്രയാസമായി. അല്ലെ ഇന്ദ്രേതായ യാഗത്തിനെ മുടക്കി ഏകോന ശതക്രതു എന്നുള്ള പേര് ആ പൃഥുമഹാരാജാവിന് നിന്നാ കിട്ടി. അവസാനം പൃഥുമഹാരാജാവ് സത്രക്കഥ നടത്തി. സാക്ഷാൽ ഭഗവാൻ തന്നെ അവിടെ വന്നത് പ്രത്യക്ഷപ്പെട്ടു. കർണായുധമേഷമേവര, ഒരു 10,000 ചെവി എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു. അവസാനം അർച്ചിസ് എന്നുള്ള പേരായ എൻ്റെ ഭാര്യയോട് കൂടിയിട്ട് എൻ്റെ ലോകത്തിലേക്ക് ഭഗവാൻ ഇതാ യാത്രയായി. ആ പ്രചേതസ്സുകൾ ഈ പൃഥുമഹാരാജാവിൻ്റെ വംശത്തിലാണ് പ്രചേതസ്സുകൾ അവതരിച്ചത്. ആ പ്രചേതസ്സുകൾക്ക് സാക്ഷാൽ മഹാദേവൻ രുദ്രഗീതം ഉപദേശിച്ചതാ കൊടുത്തു. രുദ്രഗീതം ജപിച്ചതായിരിക്കുന്ന പ്രചേതസ്സുകളുടെ മുന്നിലേക്ക് സാക്ഷാൽ ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെടുന്ന ഭാഗങ്ങൾ പിന്നീടാണ് പഞ്ചമസ്കന്ധത്തിൽ ഇവിടെ ഭൂഗോളത്തിലെ വർണ്ണിക്കുന്നത്. തിരുനാമത്തിൻ്റെ മഹാത്മ്യം വർണ്ണിക്കുന്നതായ അജാമിളോപാഖ്യാനം, മഹാഭാഗവതത്തിലെ മഹാമന്ത്രമായിരിക്കുന്ന നാരായണ കവചം, അത് കഴിഞ്ഞാലാണ് വൈകുന്നേരം നരസിംഹാവതാരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. നാളെ വൈകുന്നേരം നരസിംഹാവതാരമാണ്. രാവിലെ 6:15 ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നവർക്ക് ഇവിടെ ദൈവങ്ങൾക്കൊക്കെ കയ്യിലേക്കെടുത്ത് ശ്രീഫല പ്രദക്ഷിണത്തിലും വിഷ്ണു സഹസ്രനാമ പാരായണത്തിലും ഒക്കെ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും.